ഓൺലൈൻ മാധ്യമങ്ങളുടെ ചില പ്രവർത്തികൾ അതിര് കടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ മീഡിയയിൽ വന്ന ഒരു വലിയ അഭിമുഖം. ഓൺലൈൻ മാധ്യമങ്ങൾ എത്രത്തോളം തരം താണു പോകുന്നു എന്ന് കാണിച്ചു തരുകയാണ് ഈ മീഡിയ. ഓൺലൈൻ മാധ്യമത്തിൽ വന്നത് തൊപ്പിയുടെ സുഹൃത്തായ മമ്മുവിന്റെ ഒരു അഭിമുഖമാണ്. അല്പം ചളിപ്പോടെ തന്റെ മോശകാലത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന മമ്മുവിനെ അവതാരികയായ പെൺകുട്ടി വളരെയധികം രസകരമാക്കി നിർത്തിക്കൊണ്ട് ആ സംഭവത്തെക്കുറിച്ച് പറയാൻ നിർബന്ധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കാണുന്നവർക്ക് പോലും അറപ്പുളവാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ പെൺകുട്ടി അയാളോട് ചോദിക്കുന്നത്. ഇവിടെ അയാളോടാണ് ആളുകൾക്ക് സഹതാപം തോന്നുന്നത്. ഇത്രയും മോശപ്പെട്ട ഒരു പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനോട് ചോദിക്കുന്നത് അങ്ങേരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇത്രത്തോളം അധപ്പതിച്ചു പോയോ ഓൺലൈൻ മീഡിയ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഓൺലൈൻ മീഡിയയുടെ ഈ കടന്നുകയറ്റം ഇത് നല്ലതിനല്ല എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു പറയുന്നു. സ്വകാര്യതയിലേക്ക് കൊണ്ടുവരുന്ന ക്യാമറ കണ്ണുകൾക്കപ്പുറം പല കുഞ്ഞുങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നായി ഓൺലൈൻ മാധ്യമം മാറിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇപ്പോൾ സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. കല്യാണം കഴിച്ച 18 വയസ്സ് ആവാത്ത ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതേപോലെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയവനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഇതൊക്കെയാണോ നിങ്ങളുടെ നിലവാരം? ഇങ്ങനെയാണ് കമന്റുകൾ വരുന്നത്. സംഭവം വിവാദമായതോടെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവതാരിക മാപ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു സ്ത്രീയാണ് ഇതിന് പ്രോത്സാഹനം നൽകുന്നത് എന്നത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരിക്കലെങ്കിലും മോശമായുള്ള ഒരാളുടെ നോട്ടം നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണെങ്കിൽ ആ നോട്ടം ഓരോ സ്ത്രീകളുടെയും മനസ്സിൽ എത്രത്തോളം ഡ്രോമയാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇവരിത് രസകരമായി ചോദിക്കുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. കാരണം മോശമായി നമ്മൾ ഒരു നോട്ടത്തെ അഭിമുഖീകരിച്ചാൽ ചിലർക്കത് ജീവിതകാലം മുഴുവൻ തുറിച്ച കണ്ണുകളുടെ ഡ്രോമയായി നിലനിൽക്കും. എന്നിട്ടും വളരെ രസകരമായി നിസ്സാരമായി ഈ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല.